നമസ്കാരം. ഇവിടെ വെച്ച് കണ്ടത് നന്നായി. ഞങ്ങൾ വീട്ടിൽ വരാനിരിക്കുകയായിരുന്നു. ഇതെന്റെ മോൻ ഡോക്ടർ സുധീർ. നമസ്കാരം. ഇവിടെ ജനറൽ ഹോസ്പിറ്റൽ ഡോക്ടറായി ജോയിൻ ചെയ്തു. പട്ടാമ്പി സ്വദേശം. പറഞ്ഞു വരുമ്പോ ഭൂമികയുടെ അമ്മയുടെ ഒരു റിലേറ്റീവായി വരും. എന്താ കാര്യം? മോന് ഭൂമികയെ വിവാഹം ആലോചിച്ചാൽ കൊള്ളാവുന്നുണ്ട്. ആയിക്കോട്ടെ. ഇവിടെ ജോയിൻ ചെയ്തെങ്കിലും ഹയർ സ്റ്റഡീസിന് വിദേശത്ത് പോകാനാ പ്ലാൻ. കുടുംബത്തിലെ എല്ലാ സ്വത്തിനും ഏക അവകാശിയാ ഒറ്റ മോനേ ഉള്ളൂ. ഞങ്ങൾക്ക് ആകുള്ളൊരു മോളാ. അവളെ കെട്ടുന്നവനൊരു യോഗ്യനായിരിക്കണം. വഴിയിൽ വെച്ച് വേണ്ട പെണ്ണ് ചോദിക്കല്. ഒരു ചടങ്ങായിട്ട് തന്നെ ആയിക്കോട്ടെ. ശരി. നാളെ വീട്ടിൽ വന്നാൽ മതി. അവനെ കൊണ്ട് അവളെ ഞാൻ കെട്ടിക്കും. ആയുധങ്ങളും ശക്തിയും കൊണ്ട് നേടാത്തത് ഭരതൻ യുക്തി കൊണ്ട് നേടും. ബ്രഹ്മാസ്ത്രം തൊടുത്തിരിക്കുക അവന്റെ നെഞ്ചിലേക്ക്. വന്നത് നന്നായി. എനിക്കാണെങ്കിൽ അർജന്റായിട്ട് തിരുവനന്തപുരത്ത് ഒരു മീറ്റിംഗ് പുറപ്പെട്ടു നിൽക്കായിരുന്നു. എനിക്ക് വൈകിക്കണ്ട. ചടങ്ങിന് മോളെ ഒന്ന് കണ്ട് ജാതകക്കുറി കൈമാറാം. പിന്നെന്താ, നടന്നോളൂ. ഇതെന്താ ഇവിടെ? പെണ്ണ് ചോദിച്ചു വന്നല്ലേ പങ്കജാശ. എല്ലാരും ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കും. അതിനെന്താ? ഇവൾ നന്ദി. ഇനം ജേഴ്സിയാ. നല്ല അടക്കം ഒതുക്കം ഉള്ളവളാ. ഇവള് മാളൂട്ടി. ഇത് എരുമ. ഇവളതുകളെ ചിരിപ്പിച്ചൊക്കെ കൊതിപ്പിക്കും. എരുമി തോമി എന്നാ ഞങ്ങള് വിളിക്കുന്നത്. നല്ല ഉഗ്ര പാട്ടുകാരിയാ. എന്താ ഞങ്ങളുടെ കുട്ടിക്ക് എന്താ ഒരു കുറവ്? ഞാൻ അഭിപ്രായം ഒന്നും പറഞ്ഞില്ല. എന്റെ പെണ്ണിന് ഇഷ്ടായില്ലേ? വിളിച്ചു വരുത്തിയത് അപമാനിക്കാനായിരുന്നു അല്ലേ? അതെ, നിന്നെയൊക്കെ ക്ഷണിച്ചു വരുത്തി ഇങ്ങനെ സൽക്കരിച്ചാലേ മറ്റുള്ളവർക്ക് ഒരു പാടാവുള്ളൂ. എനിക്കറിയാം നിന്റെ ഈ വരവിന്റെ പിന്നിൽ ബുദ്ധി ആരുടേതാണെന്ന്. ആ ഭരതന്റെ അല്ലേ? ഏത് കൊടിയേറ്റ സായിപ്പായാലും കോറാത്ത പെണ്ണിനെ മോഹിച്ചാൽ കുടലെടുത്തേ വിടത്തുള്ളൂ ഇവിടുത്തെ പിള്ളേര്. ഞങ്ങൾ ദാനം ചോദിക്കാൻ വന്നല്ല. വേണ്ട, അമ്മ മിണ്ടായിരിക്കെ. പണം കൊണ്ടും കുടുംബഹിമ കൊണ്ടും കോറോത്തുകാരെക്കാൾ ഒട്ടും പുറകിലല്ല ഞങ്ങള്. ഞങ്ങൾക്കാരുടെ ഔദാര്യം വേണ്ട. ഭൂമികയെ നേരിട്ട് കണ്ട് ഞാൻ മനസ്സറിഞ്ഞോളാം. പെണ്ണ് ചോദിച്ച ആ നിമിഷം കഴുത്ത് വെട്ടേണ്ടതായിരുന്നു. ഇപ്പൊ വീണ്ടും നിനക്ക് ആ ജീവൻ ഭിക്ഷയായിട്ട് തരുന്നു. എന്തിനാണെന്നോ? നിന്നിങ്ങോട്ട് അയച്ചില്ലേ ആ ചെറ്റിയോട് ചെന്ന് പറയാൻ, മുള്ളിനെ മുനചെത്താൻ മെനക്കെടരുന്ന്. മനസ്സിലാടാ? അല്ല, കൈനാറ്റണ്ട. അപ്പോ അവന്റെ നെഞ്ചത്ത് തന്നെ തറച്ചു. അങ്ങനെ മർമ്മത്ത് വെട്ടിയാലേ അവന് നോവൂ. കൂറുകാട്ടിയവന് പാരിതോഷികമായി നൽകാൻ വെച്ച നിധി അവള്. അത് നീ കൈക്കലാക്കണം. എന്റെ കുടുംബത്തെ ഒന്നടങ്കം അപമാനിച്ച് ആട്ടിവിട്ടല്ലേ? വാശി തന്നെയാ. എന്തായാലും രണ്ടിലൊന്നറിഞ്ഞ് ഇനി ഞാൻ ഈ നാട്ടിൽ നിന്ന് പോകുന്നുള്ളൂ. മിടുക്കൻ. ആദ്യം അവളുടെ മനസ്സ് കീഴ്പ്പെടുത്തണം. അവിടെയാണ് നിന്റെ കഴിവ്. കൂടെ ഞങ്ങളുണ്ടാവും. നാടൻ ബീജം തിളങ്ങുന്നു. ലോക്കൽ സെമൻ ചൈനിങ്. പാവപ്പെട്ടവന്റെ വോട്ട് വാങ്ങി വിജയിച്ച ഒരു സാധാരണ മൃഗത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാത്ത ഇവിടുത്തെ എംഎൽഎക്ക് എങ്ങനെ മനുഷ്യരുടെ ക്ഷേമങ്ങൾ നിലനിർത്താൻ സാധിക്കും? സുഹൃത്തുക്കളെ, എനിക്കറിയുമോ എന്ന് നിങ്ങൾക്കറിയില്ല. അങ്ങ് വടക്ക് യുപിയിലും ഗുജറാത്തിലുമെല്ലാം ഗോകുൽ ദൈവങ്ങളാണ് ദൈവങ്ങൾ. അതുകൊണ്ട് ഇനി ഇവിടുത്തെ മൃഗങ്ങളുടെ കണ്ണീര് പോവാനും സ്വാന്തരിപ്പിക്കുവാനും അവരുടെ നീറുന്ന സ്വകാര്യ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും ഇവിടുത്തെ ഒരേ ഒരു ശക്തിക്ക് കഴിയൂ. ഇത് ഭരതേട്ടന്റെ വകയാ. ഞാനിപ്പോ നിങ്ങളാളാ. അത് തന്നെയാ തന്നത്. കഴിഞ്ഞ ദിവസം വരെ നീ മറ്റവരുടെ പഠിക്കലായിരുന്നു. അവിടുന്ന് ചവിട്ടി പുറത്താക്കിയപ്പോ ഇപ്പൊ ഇവിടെ ഓന്തിനെ പോലെ നിറം മാറുന്ന നിന്നെ എങ്ങനെ വിശ്വസിക്കാനാടാ തെണ്ടി? അടിയടാ അവനെ. വൈമാറ്, എനിക്ക് വീട്ടിൽ പോണം. അറിയാവുന്ന എല്ലാ ദൈവങ്ങൾക്കും നേർന്നിട്ടുണ്ട് തന്റെ പട്ടിക്കോ പൂച്ചയ്ക്കോ എന്തെങ്കിലും ഒരു അസുഖം പിടിക്കണമെന്ന്. അങ്ങനെയെങ്കിലും തന്നെ ഒന്ന് കാണാൻ കിട്ടുമല്ലോ. താൻ വിചാരിക്കുന്ന പോലെ ഒരു പെണ്ണല്ല ഞാൻ. എനിക്ക് തന്നെ ഇഷ്ടമല്ല. എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടാ. ഒരാളെ ഇഷ്ടപ്പെടാൻ അയാളുടെ അനുവാദം വേണമെന്നില്ലല്ലോ. ഒരപേക്ഷയുണ്ട്. വല്ലപ്പോഴും എന്റെ കൂട്ടുകാരിയെ കാണാൻ കിട്ടുന്ന ഈ സ്വാതന്ത്ര്യം നിങ്ങൾ കാരണം എനിക്ക് ഇല്ലാണ്ടാവരുത്. തന്റെ എല്ലാ പ്രശ്നങ്ങളും എനിക്കറിയാം.
അതുകൊണ്ട് രണ്ടും കൽപ്പിച്ചാ ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. നീയൊന്ന് മൂളിയ ജീവൻ പണയം വെച്ച് നിന്നെ സംരക്ഷിക്കാൻ ഞാൻ ഒരുക്കുക. പേടിക്കണ്ട, പൂർണ്ണ മനസ്സോട് മതി. അതുവരെ ഞാൻ കാത്തിരിക്കും. പക്ഷെ ഒരു കാര്യം, ഈ നാട്ടിൽ നിന്ന് ഞാൻ തിരിച്ച് ജീവനോടെ പോകുന്നുണ്ടെങ്കിൽ അത് തന്നോടൊപ്പം മാത്രമായിരിക്കും. അതിന് തീർപ്പ് കൽപ്പിക്കേണ്ടത് നീയാണ്, മനസാക്ഷി എന്ന നിന്റെ കോടതി. ഒരു നോക്ക് കണ്ട അന്ന് മുതൽ നിന്നെ ഈ നെഞ്ചിൽ കൊണ്ട് നടക്കുകയാണ്. ഞാൻ മാത്രമല്ല, എന്റെ കുടുംബക്കാർ നിനക്ക് വേണ്ടി അവമാനിതരായി. ഞാൻ ഈ നാട്ടിൽ വന്നതുപോലും നിന്നെ സ്വന്തമാക്കാനാണ്. ഇപ്പോഴും നട്ടിലൂടെ നിൽക്കുക നിന്റെ മനസ്സമ്മതത്തിന് വേണ്ടി മാത്രം. എന്നെ വെറുക്കാൻ പറ്റുമോ നിനക്ക്? എന്നെ അകറ്റാൻ പറ്റുമോ നിനക്ക്? എന്താ എന്തു വെച്ചു മോളെ? അന്നത്തെ പെണ്ണന്വേഷണവും ബഹളവും കഴിഞ്ഞ പിന്നെ ഇങ്ങനെയാ. കണ്ട തെണ്ടിയൊക്കെ പെണ്ണ് ചോദിച്ച ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തിട്ടല്ലേ? ഇല്ല, ഒരുത്തിനോർത്ത് നീ ഇനി പേടിക്കേണ്ടി വരില്ല. എന്താ എന്റെ മോൾക്ക് പറ്റിയേ? എനിക്ക് പേടിയാവുന്നു അമ്മ. അമ്മ എന്റെ ഒപ്പം കിടക്കുവോ? സ്കൂളിൽ നിന്ന് വരട്ടെ, അതിനുശേഷം സംസാരിക്കാം. ഞാൻ ആകെ ടെൻഷനിലായിഷേ. നീ എന്തിനാ അവരെ പേടിക്കുന്നേ? പറയാനുള്ളത് മുഖത്തോക്കി പറയണം. അവരെന്നെ പിന്തുടരുകയാ. ഞാൻ അവരോട് സംസാരിച്ച പ്രശ്നം. ഇളയച്ചൻ എന്തൊക്കെയോ തീരുമാനിച്ചിട്ടുണ്ട്. എന്നെ ചൊല്ലി എന്തൊക്കെ ദുരന്തങ്ങളാണാവോ സംഭവിക്കാൻ പോണത്. ഞാൻ പുറത്തിറങ്ങിയാലല്ലേ പ്രശ്നങ്ങളുള്ളൂ. അതുകൊണ്ട് ഇനി ഞാൻ നിന്നെ കാണാൻ പോലും വരില്ല. എന്തിനാ എന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത്? ഇപ്പൊ എനിക്കറിയണം. കൈവിട്. ഇല്ല, അതറിയാതെ ഞാൻ വിടില്ല. ഇതിന്റെ പേരിൽ എന്റെ തല പോയാലും അതറിഞ്ഞേ ഞാൻ വിടുള്ളൂ. അറിയണോ അല്ലേ? ഈ ജന്മത്തില് എനിക്കൊരാളെ മാത്രമേ ഇഷ്ടപ്പെടാൻ പാടുള്ളൂ. ഒരാളെ മാത്രം. അവിടെ കമന്റ് അടിക്കാൻ മാത്രം ആളായോ നീ? അത് ചോദിക്കാൻ നീ ആരാ? ഞാൻ ആരാന്ന് നിനക്ക് അറിയണം. അതാ എന്റെ പെണ്ണായത്. ഇവളെ ആരെങ്കിലും മോഹിച്ചാൽ, ഒരു നോക്കുകൊണ്ടോ വാക്കുകൊണ്ടോ ആരെങ്കിലും ശല്യം ചെയ്തു എന്നറിഞ്ഞാൽ കൊടലടിക്കും ഞാൻ. ഹരീന്ദ്രന്റെ പെണ്ണായത്. ഹരീന്ദ്രന്റെ മാത്രം പെണ്ണ്. അതെ, പിന്നെ ഹരീന്ദ്രന്റെ പെണ്ണായി ജീവിക്കാൻ
ഞാൻ ശീലിച്ചു. ഇനി എന്നെ ചൊല്ലി വീണ്ടും ഒരു ദുരന്തം. അത് കാണാനുള്ള ശേഷി എനിക്കില്ല. പക്ഷെ എനിക്കറിയാം ഈ മനസ്സിനുള്ളിൽ ഇത്തിരിയെങ്കിലും സ്നേഹം എന്നോടുണ്ടെന്ന്. അതുകൊണ്ടല്ലേ അന്ന് അച്ഛമ്മയുടെ കൺവെട്ടത്തു നിന്നും എന്നെ ഒളിപ്പിച്ചത്? അല്ലെന്ന് പറയാൻ പറ്റുമോ? അതെ, ആ സ്നേഹം കൊണ്ട് തന്നെയാ ഇപ്പോഴും പറയുന്നേ. ഇനി എന്നെ കാണരുത്, ഇഷ്ടപ്പെടരുത്. ഈ നാട്ടിൽ ഹൃദയത്തിനേക്കാൾ വില കൽപ്പിക്കേണ്ടത് സ്വന്തം ജീവനാ. അതുകൊണ്ട് അപേക്ഷിക്കുക, എന്നെ മറക്കണം. ചെറിയച്ഛന്റെ ആൾക്കാരാ, മാറിക്കോ, അവർ കാണണ്ട. ഞാൻ മാറില്ല. അയ്യോ, അവര് കണ്ടപ്പോഴും ഞാൻ മാറില്ലെന്ന് പറഞ്ഞു. കേക്ക്. എവിടെയായിരുന്നു? ആയിഷയുടെ വീട്ടില്. വേണ്ട, ഞാൻ നടന്നു പോയിക്കോളാം. അച്ഛമ്മേ, ആ ഡോക്ടറെ കൈയോടെ കിട്ടി. തീർത്തു തീർത്തു. രാഘവ, ഈ ചോരയ്ക്ക് ഞാൻ പകരം ചോദിച്ച് അടങ്ങൂ. എന്റെ ചങ്കിൽ ജീവനുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ നിന്റെ പെണ്ണായിട്ടേ അവൾ ജീവിക്കൂ.